ലോകം ഇഷ്ടപ്പെടുന്ന ആളാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിലെ സത്യമുള്ള ഒരാളാകുക. കാരണം നമ്മൾക്ക് മറ്റൊരാളാവാൻ പറ്റില്ല. രാജരാജ ചോളൻ്റെ കാലത്ത് രാജ്യസഭയിൽ അരുൾമൊഴിദേവൻ എന്നൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. യുദ്ധവീരനോ മന്ത്രിയോ അല്ല, രാജ്യത്തിൻ്റെ കണക്കുകളും നികുതിയും കൃത്യമായിട്ട് അറിയുന്നയാൾ. രാജാവിൻ്റെ മുന്നിൽ തല കുനിഞ്ഞു നിൽക്കുന്നതാണ് സുരക്ഷ എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ രാജാവിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും ശരിവെച്ചു. അത് അയാൾക്ക് രക്ഷയായിരുന്നു. ഒരു ദിവസം വലിയ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഒരു ചർച്ച നടന്നു. എല്ലാവരും രാജാവിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് അവതരിപ്പിച്ചത്. പക്ഷേ അരുൾമൊഴിദേവൻ്റെ ഉള്ളിലൊരു കലക്കം. ഗ്രാമങ്ങളിൽ വിളവില്ല, രാജ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു. ഈ അവസരത്തിൽ ഈ തീരുമാനം അനുചിതമല്ലേ? താൻ അത് തുറന്നു പറഞ്ഞാൽ തനിക്ക് എല്ലാം നഷ്ടമാകും. മൗനം പാലിച്ചാൽ മനസാക്ഷി മരിക്കും. ഒടുവിൽ അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, മഹാരാജൻ, കല്ലുകൊണ്ടുയരുന്ന മഹത്വം ജനങ്ങളുടെ നെഞ്ചു തകർത്തു പണിയരുത്. രാജാവ് കോപിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ രാജരാജൻ നിർമ്മാണം മാറ്റിവെച്ചു, നികുതി ഇളവുകൾ നൽകി, കൃഷിക്ക് സഹായവും നൽകി. വർഷങ്ങൾക്ക് ശേഷം രാജ്യം ശക്തമായി. അദ്ദേഹം ആ മഹാക്ഷേത്രം നിർമ്മിച്ചു. അതാണ് നാം ഇന്ന് കാണുന്ന അറിയപ്പെടുന്ന ബൃഹദീശ്വര ക്ഷേത്രം. അരുൾമൊഴിദേവൻ്റെ പേര് ശിലകളിൽ കൊത്തിവെച്ചിട്ടില്ല. പക്ഷേ അയാൾക്ക് മറ്റുള്ളവരെ പോലെ ആകാനായില്ല എന്ന്. നമ്മൾ ധരിക്കുന്ന പല മുഖങ്ങളുണ്ടല്ലോ, അതെല്ലാം മറ്റുള്ളവർക്കായി നാം തന്നെ ഉണ്ടാക്കുന്നതാണ്. സ്വന്തം മുഖം പുറത്തെടുക്കുവാൻ ധൈര്യം വേണം. നീ ആരാണെന്ന് മറക്കാതെ നടക്കുമ്പോൾ ഒറ്റപ്പെടൽ വന്നേക്കാം, പക്ഷേ അതിൽ നിന്നാണ് വ്യക്തിത്വം പിറക്കുന്നത്. നീ ആയിരിക്കുന്ന വഴിയിലാണ് കഷ്ടപ്പാടുള്ളത്. അതേ വഴിയിലാണ് അർത്ഥമുള്ള ജീവിതവും.